അയ്യോ ഇച്ച മതി 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 മതി. അയ്യോ ഗ്ലാസ്സിലെ വെള്ളം പോരാൻ പട്ടിട്ട് എന്റെ മൂട് പോയി. ഇച്ച വേണ്ട, വല്ല റെയിൻ കോട്ട് വിട്ടിട്ട് ഈ പണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇച്ച മതി. ആ വെല്ലിച്ചേ ഓടി വരണേ. ഇത് നിങ്ങൾ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ചേക്കെ നീ എന്താണ് കാണിക്കുന്നേ? ആ ചെറുക്കന്റെ മേത്ത് നീ എന്തിനാ വെള്ളം കുരി ഒഴിക്കുന്നേ? അവന് ബോധം വരട്ടെ, അതിനാ. അതിനിപ്പോ അവനെന്താ ചെയ്തേ? അത് കണ്ടു കണ്ടു, ഇച്ചി ഒന്നും പറയുന്നില്ല. ഞാൻ ഒന്നും ചെയ്തില്ല ഇച്ചാസി, വെറുതെ എന്റെ മേത്ത് വെള്ളം കോരി ഒഴിക്കുക. നിനക്കെന്താ ചേക്കേ? നീ എന്തിനാ അവന്റെ മേത്ത് വെറുതെ വെള്ളം കോരി ഒഴിക്കുന്നേ? എന്താന്ന് വെച്ചാൽ കാര്യം പറയാനുമില്ല. നീ വാ ലൂക്ക, എന്റെ റൂമിൽ കിടക്കാം. നിനക്ക് ലൂക്കിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. അത് പറഞ്ഞാൽ പോരെ. കോളേജ് എന്തിട്ട് ദൂരെയാന്നേ ഉള്ളൂ, എങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ വാ ലൂക്ക. അത് വേണ്ട, ഞാൻ നോക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വന്നപ്പോഴും ശ്രദ്ധിക്കുക, നിനക്ക് ലൂക്കാനോടൊന്ന് ദേഷ്യമുള്ള പോലെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്, ഇല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ തീർത്തു തരാം. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, എനിക്ക് ലൂക്കനോട് ഒരു ദേഷ്യമില്ല. അവനോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്താണെങ്കിലും നീ ലൂക്കാനോട് മര്യാദക്കല്ല നിൽക്കുന്നെങ്കിൽ അടുത്ത ദിവസം ഞാൻ പോകുമ്പോൾ ലൂക്കനെ എന്റെ കൂടെ കൂട്ടും. ലൂക്ക പനി പിടിക്കും, തലയൊക്കെ തൊട്ട് ഡ്രസ്സ് മാറിയിട്ട് നീ എന്റെ റൂമിലേക്ക് വാ, അവിടെ കിടക്കാം. ആ വില്ലേജ് വില്ലേജ് നടന്ന ഞാൻ എന്താ വരുന്നു. ചെക്കിച്ച വില്ലേജ് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ചേക്കച്ചനെ ബാധിക്കണമെങ്കിൽ തന്നെ എനിക്കും പറയാനുണ്ട് കാര്യങ്ങൾ. ചേക്കച്ചൻ പെട്ടല്ലോ. ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ ചേക്കച്ച, ലൂക്ക പറയുന്നതായിട്ട് അതുപോലെ നിൽക്കണം. ചേക്കച്ചൻ തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ലൂക്ക, ഗുഡ് മോർണിംഗ് ചേക്കച്ച. ലൂക്ക, ഈ ചേച്ചിയുടെ മാറിക്കേ ഡോറ്. അതൊക്കെ അടച്ചിട്ടാ ഞാൻ വന്നത്. അവിടെ കിടക്കുന്നേ. ലൂക്ക, നീ ജേക്കനെ വിളിക്കാൻ പോയിട്ട് നീ അവന്റെ കൂടെ അവിടെ കിടന്നുറങ്ങിയോ? എടാ ഇറങ്ങിയ പാടെ സമയം കുറയായി. ലൂക്ക മാറി, ഇച്ചാച്ചി വിളിക്കുന്നു. നീ താഴേക്ക് ചെല്ല, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഇതെന്താ ഈ പാട്? ഇതെന്ത് കടിച്ചത്? ഇത് പോകുന്നില്ലല്ലോ ഈശ്വര. അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരു പുലരിയിൽ. ഇത്ര നേരം ചേക്ക് റെഡിയാകാൻ? അല്ല ഇന്ന് നല്ല ചൂടാണല്ലോ. നീ നെക്ക് ഫുൾ കവർ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടെങ്ങോട്ടാ? അല്ലല്ലേ കോട്ടിട്ടാ നല്ല ചൂടാ, അതിന്റെ കൂടെ ഈ ഡ്രസ്സും. ആ ഇന്ന് എനിക്ക് തണുക്കുന്നു, പനിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ ഈ ഹൃദയവാതിലിൻ. എന്നാ നീ പോണ്ട, ലീവ് എടുത്തു. ഞാൻ നാളെ പോവും. ഇന്നും കൂടി ഇവിടെ കാണുള്ളൂ. ഇനി ഈവനിങ് നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തു പോവാം. കേട്ടോടാ ലൂക്ക? ഇന്ന് ലീവ് എടുക്കാനാവില്ലേ ചേച്ചി? ഒരുപാട് വർക്കുണ്ട്. ഈവനിങ് നമുക്ക് പുറത്തു പോവാം. ചേച്ചി കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ വന്നോ? അത് വലിയ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞു പോവാം. ഇല്ലടാ, എനിക്കും പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നുമ്പോ അങ്ങോട്ട് പോരെ. നിങ്ങളെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആ ഞങ്ങൾ നോക്കാം ചേച്ചി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രീ കിട്ടുന്നവരുടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ഇപ്പൊ ആണെങ്കിലും ഓക്കെ, നിങ്ങളൊന്ന് വന്നാൽ മതി. എന്റെ ലൂക്ക, നിനക്ക് എപ്പോഴും ഈ ബീച്ച് മാത്രമേ ഉള്ളൂ. എപ്പോ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ തുടങ്ങും ബീച്ച് ബീച്ച്. ബീച്ചിനാലോ കൈവശം കൊടുത്തിട്ടുണ്ട്. ആഹാ ലൂക്ക, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം എന്ന് പറഞ്ഞു വന്നിട്ട്
എൻ്റെ ജേക്കേസിനായിരുന്നു ഇപ്പോൾ ഒന്നും ചോദിക്കാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. ആരെങ്കിലും വീക്കിൽ എത്ര പ്രാവശ്യം എന്നെ ജേക്കേസിന് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ടീം, ഞാൻ പുറത്ത്. ഇതാണ് ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്തത്. പിണങ്ങാതെ ചേച്ചി. ലൂക്ക വീഴും, സൂക്ഷിച്ച് നടക്കുക. ലൂക്ക വീഴും, ഓടാതെ മര്യാദക്ക് നടക്കുക. ഈ പേടിക്കാതെ ലൂക്ക, ജേക്കസിന് ഇവിടെ ഉണ്ട്. വാ, ജേക്കസിന്റെ അടുക്കാം. ജേക്കസേ വാ, ഇറങ്ങി ഇറങ്ങ. ജേക്കസ എന്നെ പിടിച്ചോ. ജേക്കസ, നമുക്ക് ഇതുപോലെ എന്നും സൺസെറ്റ് കാണാൻ വരണം കേട്ടോ. ആഹാ, ലൈഫ് ലോങ് ജേക്കസിന്റെ കൂടെ സൺസെറ്റ് കാണാനാണോ മോന്റെ പ്ലാൻ? നിന്നെ ഞങ്ങളത് കെട്ടിച്ചു വിടും, അല്ലേടോ ജേക്ക്? പിന്നെ നിന്റെ വൈഫിന്റെ കൂടെ ഞാൻ കണ്ടാ മതി. കെട്ടിച്ചു വിടാനോ? ഞാനങ്ങോട്ടും പോകുന്നൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. എടാ കള്ള, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആ ബെസ്റ്റ്. ജേക്സന്റെ കൂടെ ലൈഫ് ലോങ് ഇരിക്കാനാ? പിന്നെ നിനക്ക് എന്താ ലൂക്ക? വാ, വീട്ടിൽ പോവാ. ലൂക്ക എല്ലാരും നോക്കുന്നൊന്ന് കരയാതിരിക്കുക. ലൂക്ക അത് വിചാരിക്കും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തതാന്ന്. ലൂക്ക എഴുന്നേറ്റ് വാ. ഓക്കെ ഓക്കെ ഫൈൻ, ഓക്കെ. ആ, ഞാൻ സമ്മതിച്ചു. വാ. ഓക്കെ, പ്രോമിസ്, നീ വാ. കൂരിട്ട സാധനം. ലൂക്ക, ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്കട്ടോ. ജേക്കസ നിൽക്ക്, ഞാനും വരുന്നു. ലുക്ക, നിന്റെ തമാശ കളിക്കാനുള്ള സ്ഥലമല്ല ഇത്, കിച്ചണാ. ഇച്ചാച്ചി എവിടെയുണ്ട്? അതെനിക്കറിയാലോ, ഇല്ലെങ്കിൽ ജേക്കസിനെ വലിച്ചു കയറിയ ഭിത്തിയിലൊട്ടിച്ചേനെ. ഇപ്പോൾ ഇച്ചാച്ചി ഉള്ളത് കൊണ്ടാണല്ലോ ജേക്കസിന് അടങ്ങി നിൽക്കുന്നത്. കത്തിയാ ലൂക്ക എന്റെ കയ്യിൽ. നീ മാറി നിന്നു, അതാ നിനക്ക് നല്ലത്. ലൂക്ക, മാറി നിൽക്കുക. ഞാനൊരു കാര്യം ചെയ്താണെന്നില്ലേ? കുറച്ചു നേരം ജേക്കസ. എന്ത് കുറച്ചു നേരം? മാറുക നീ അങ്ങോട്ട്. വാ. ചേച്ചി, അതാ വരുന്നു. ലൂക്ക, നീ ആ സ്റ്റവ് ഒന്ന് ഓഫാക്കണേ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. എന്താ ചേച്ചി, എന്തിനാ വിളിച്ചേ? നിന്നോട് കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമാണോ? ആ, കുറച്ച് ഇമ്പോർട്ടന്റ് ഒക്കെ തന്നെ. ഇത് പറയാൻ വേണ്ടിയിട്ടാ അത്യാവശ്യമായിട്ട് ഞാനിപ്പോ വന്നത്. നീ എത്ര കാലം ഇങ്ങനെ ഒറ്റത്തടിയിട്ട് നിൽക്കാൻ പോകുന്നത്? ലൂക്ക് ഇപ്പൊ അത്യാവശ്യം വലുതായില്ലേ?
നിനക്ക് ഇനിയെങ്കിലും നിന്റെ ലൈഫ് നോക്കിക്കൂടെ ചേക്കെ? ഇനിയിപ്പോ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ, നമുക്ക് നടത്താം. അതല്ല, ഇനിയിപ്പോ ജീവനാണെങ്കിലും ഞാനൊക്കെയാണ്. നീ ആലോചിച്ചിട്ട് പറ. ചേച്ചി ജീവൻ ഞാനെല്ലാം അറിഞ്ഞു. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ലിങ്കോഷി ഉണ്ടെന്ന്. ജിമിനെ എനിക്ക് അറിയാവുന്നതല്ലേ, നല്ല പയ്യനാണ്, ചെറുപ്പം മുതൽ നിന്റെ കൂടെ ഉള്ളത്. ഇനി എന്തായാലും കയറി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എന്നോട് പറയാനുള്ള മടി കൊണ്ടാണ് നീ ഇങ്ങനെ കെട്ടാതെ നിൽക്കുന്നെങ്കിൽ അതൊന്നും വേണ്ട. ഇനിയിപ്പോ നിങ്ങളായിട്ട് അറിയിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ചേച്ചി ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. നീ ആലോചിച്ചിട്ട് സമയം പോലെ എന്നോട് പറഞ്ഞാൽ മതി. ഈ സ്ഥലം എനിക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ. നാളെ മോർണിംഗ് ഞാൻ പോകും കേട്ടോ. ജയിക്കച്ച, നിങ്ങൾക്ക് ജിമിൻ സാറിന് ഇഷ്ടമാണ്? ആണെങ്കി ഇപ്പൊ എന്താ, പോയി കിടക്കാൻ നോക്കൂപ്പാ. സമയം എത്രയായിരുന്നു? ഞാൻ വലിച്ചോട് കൂടെ കിടക്കാൻ പോകുന്നു. ലുക, നീ ഇവിടെ കിടക്കണ, നീ ഇങ്ങോട്ട് പോന്നേ. എടാ പോവാതെ ഇവിടെ നിൽക്കാൻ.